Praise the Lord. നാം കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വേദഭാഗത്തെ തുടർന്ന് ഒന്ന് രണ്ട് വാക്കുകൾ കൂടെ ഓർപ്പിക്കുവാനാണിന്ന് പകൽ കർത്താവിൽ ആശ്രയിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. It's always good to read God's word, so let's read those almost 17 verses. Let's read in Malayalam. Amen. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. അടുത്തത്, എന്നാൽ ജലപ്രളയം വന്ന് അവരെല്ലാവരെയും മൂടിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മതി. Verse 27, people were eating, drinking, marrying, and being given in marriages up to the day Noah entered the ark, and the flood came and destroyed them all. കഴിഞ്ഞ 3 സൺഡേകളിൽ നാം ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിക്കുകയായിരുന്നു. We've been meditating on scripture from Luke chapter 17 for the last few weeks. യേശു കർത്താവ് തന്റെ യെരുശലേമിലേക്കുള്ള യാത്രാ മധ്യത്തിൽ തന്റെ ശിഷ്യന്മാരുമായി പങ്കുവച്ച ചില ചിന്തകളാണ് നാം ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. These verses that we've been meditating are those on Jesus on his way to Jerusalem he shared with his disciples. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുവാനായിട്ട് കാണേണ്ടതായിട്ട് അന്വർത്ഥമാക്കേണ്ടതായ ചില ചിന്തകൾ, ചില ഗുണങ്ങൾ അവരെ ഓർപ്പിക്കുകയായിരുന്നു. And Jesus is trying to get his disciples to think of things that they should take heart and practice as a character, habit, attribute of their own life. 4 പ്രധാനപ്പെട്ട ചിന്തകളാണ് ഈ അധ്യായത്തിൽ നാം കാണുന്നത്. ദൈവരാജ്യത്തിൻ്റെ സിറ്റിസൺസ് ആയിരിക്കുന്ന ദൈവമക്കളിൽ ഉണ്ടായിരിക്കേണ്ട 4 പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഈ അധ്യായത്തിൽ നാം ചിന്തിക്കുന്നത്. 4 characteristics that we need to have as the citizens of a heavenly kingdom. You all should possess. That's what this scripture is telling us. ഒന്നാമത്തേത് forgiveness ആയിരുന്നു. തമ്മിൽ ക്ഷമിക്കുക. അതായിരുന്നു ഒന്നാമത്തെ ചിന്ത. First thought was that we should forgive one another. അടുത്തത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? Amen. രണ്ടാമത്തെ നമ്മൾ ഫെയ്ത്ത്ഫുൾനെസ് എന്നാണ് അതിനെക്കുറിച്ചാണ് ചിന്തിച്ചത്. നമ്മൾ സകലത്തിലും വിശ്വസ്തരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Second thing that God desires that we should be faithful in all things. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാണ് താങ്ക്ഫുൾനെസ്, നന്ദിയുള്ളവരായിരിക്കണമെന്നുള്ളത്. Last week we meditated on the concept of being thankfulness. ഈ ചിന്തയിൽ 4-മതായിട്ട് യേശു കർത്താവ് പഠിപ്പിച്ചതായ പാഠം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക, ബി പ്രിപ്പയർഡ്, പ്രിപ്പയർഡ്നെസ്. അതാണ് 4-മത്തെ ചിന്ത. And the fourth and final thought is that we being prepare ourselves for the coming kingdom. തമ്മിൽ സ്നേഹിച്ചും ക്ഷമിച്ചും ഏൽപ്പിച്ചതിൽ വിശ്വസ്തയോട് സേവനം ചെയ്തും ദൈവം ഓരോ ദിവസവും തരുന്ന നന്മകൾക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞും കൊണ്ട് ആയിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ചേർക്കുവാൻ യേശു കർത്താവ് വരുന്നു. അതിനുവേണ്ടി ഒരുങ്ങുവാനുള്ള ആലോചനയാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. And finally this scripture portion we meditate tells us to be prepared for the coming of the Lord for those of us who live in harmony, in loving, in forgiveness towards one another. നമ്മുടെ കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെടുത്തി
എസ്കറ്റോളജിക്കൽ സ്റ്റഡീസ് അതിലെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻ്റ്, ആ ബൈബിൾ സ്കൂളുകളിലും മറ്റും പ്രത്യേകം പഠിപ്പിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് കർത്താവിൻ്റെ വീണ്ടും വരവെന്നുള്ള വിഷയം. The second coming of the Lord as part of eschatology is being taught in all Bible colleges, Bible institutes. ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും സുവിശേഷങ്ങളിൽ യേശു കർത്താവ് പറഞ്ഞ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുമായി ബന്ധപ്പെടുത്തി യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ ലൂക്കോസ് 17, ലൂക്കോസ് 21, മത്തായി 24 എന്നീ അധ്യായങ്ങളൊക്കെ ചേർത്ത് പഠിക്കുന്ന ഒരു പഠിതാവിന് മനസ്സിലാകും യേശു കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നുവെന്ന് ഓരോ വ്യക്തിക്കും മനസ്സിലാകുവാൻ കഴിയും. When we study the words of Christ Jesus in Luke 17:21 and Matthew 24 in conjunction with the book of Daniel and Revelation, we'll conclude that coming of the Lord is very imminent. യേശു മടങ്ങി വരുമോ? യേശു എന്തിനു വേണ്ടി വരുന്നു? യേശു ആർക്കു വേണ്ടി വരുന്നു? എപ്പം വരും? അത് കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ എന്തായിരിക്കും? അനന്തര സംഭവങ്ങളൊക്കെ എന്തായിരിക്കും? ഇതെല്ലാം പഠന വിഷയമാക്കേണ്ട കാര്യങ്ങളാണ്. These are all when Jesus comes, for whom he comes, and what are the things that are going to take place after the coming. These are the things that we as believers should have an understanding of. നമ്മുടെ കർത്താവിന്റെ വരവിനെ കുറിച്ച്, രണ്ടാം വരവിനെ കുറിച്ച് സംശയദൃഷ്ടിയോടെ നോക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. There are so many who look toward the coming of the Lord with a questionable mindset. എന്നാൽ നമ്മുടെ കർത്താവ് തന്നെ ആ വിഷയത്തിൽ ഉറപ്പ് തന്നിട്ടുണ്ട്, മടങ്ങി വരുമെന്ന്. Our Lord Jesus himself has assured us that he will come back again. യോഹന്നാൻ 14 നാം വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ വീണ്ടും വന്ന് നിങ്ങളെയും എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. In the Gospel of John 14 chapter, Jesus himself said, do not be troubled. I'm going to my Father to prepare homes for you, and I'm done with it. I'll come back and gather you all unto me. നമുക്കറിയാം, ഒരിക്കൽ മത്തായി 26 64 വാക്യത്തിൽ തന്നെ വിസ്തരിച്ച മഹാപുരോഹിതനോട് യേശു കർത്താവ് പറയുന്ന ഒരു മറുപടി ഉണ്ട്. മഹാപുരോഹിതൻ ചോദിച്ചു, നീ ക്രിസ്തു തന്നെയോ എന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞതാ, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തു ഭാഗത്തിരിക്കുന്നതും ആകാശ മേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. And when Jesus was interrogated by the high priest in Matthew chapter 26, 64, yes, verse 64, the high priest asked Jesus, are you the Christ? And his response was, yes, I am. You're going to see me coming in the clouds back. മറ്റനേക വാക്യങ്ങൾ യേശു കർത്താവ് തന്നെ ഉറപ്പ് തരുന്ന, ഞാൻ തന്നെ മടങ്ങി വരുമെന്ന് ഉറപ്പ് തരുന്ന അനേക വാക്യങ്ങളുണ്ട്. മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശു കർത്താവിന്റെ സ്വർഗാരോഹണ സമയത്ത് ശിഷ്യന്മാർ ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ദൂതൻ വന്ന് അവരോട് പറയുന്ന വാക്കുകളുണ്ട്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു, അതേ യേശു താൻ പോയതുപോലെ മടങ്ങി വരുമെന്ന് ദൂതന്മാർ പറഞ്ഞ വാക്കുകളുണ്ട്. There are verses Jesus repeated again concerning his coming, and in first chapter of Acts, the angels, while the disciples were watching Jesus being ascending into the heaven, the angels said, why are you gazing into the skies? The Jesus of Galilee who taken from you will come back again. തനിക്ക് പകരം മറ്റൊരാളെ അയക്കുകയല്ല, ദൂതനെ അയക്കുകയല്ല, താൻ തന്നെ വരുമെന്ന് ഇവിടെ ഉറപ്പ് പറഞ്ഞിരിക്കുക. And not that he is going to send an angel, but he is going to come, himself is going to come. എങ്ങനെ വരും? പോയതുപോലെ മടങ്ങി വരും. And he will come as he has been taken up. ഒരു വ്യത്യാസം മാത്രം, യേശു ഒന്നാമത് കടന്നു വന്നത് ഒരു ശിശുവായിട്ടാണ്.
And in the first coming, Jesus came and incarnate, God incarnate as a babe in the manger of Bethlehem. എന്നാൽ ഇനിയും വരുന്നത് രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ട് ഭരിക്കുവാൻ വേണ്ടി, ലോകത്തെ ഭരിക്കുവാൻ വേണ്ടിയാ യേശു കർത്താവ് മടങ്ങി But when വരുന്നത്. he returns, he comes as Lord of Lords and King of Kings to reign on the earth. ഒരിക്കൽ മരിക്കുവാൻ വന്നവൻ ഭരിക്കുവാനായിട്ട് വരികയാണ്. Once he came to die, now he's going to reign. ഒരിക്കൽ പാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാടായി വന്നവൻ യഹൂദ്യയിലെ സിംഹമായി മടങ്ങി വരികയാണ്. And the one who came as a lamb to take up all the sins of the humanity, now he comes as the Lion of Judah. മാത്രമല്ല, മിക്കവാറും അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിലും എഴുത്തുകളിലും എല്ലാം അപ്പോസ്തലന്മാർ ഉറപ്പ് തരുന്ന ഒരു കാര്യമുണ്ട്, താൻ തന്നെ കർത്താവ് മടങ്ങി വരുമെന്നുള്ളത്. അപ്പോസ്തലനായ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, പൗലോസ്, അങ്ങനെ അനേക വാക്യങ്ങൾ അപ്പോസ്തലന്മാർ നമുക്ക് ഉറപ്പ് തരുന്നു നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്ന്. Throughout the epistles in the New Testament, the apostles are assuring us that Lord will return. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് സംശയിക്കുവാൻ ഒരു കാരണവുമില്ല. ആരെല്ലാം സംശയിച്ചാലും നമ്മുടെ കർത്താവ് മടങ്ങി വരും, അവൻ തന്നെ മടങ്ങി വരും. And we have no reason to doubt, no matter how many people are skeptical about that, but the Lord who promised us will come. നമ്മുടെ കർത്താവിന്റെ ഒന്നാം വരവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 300-ലധികം പ്രവചനങ്ങൾ ഒന്നാം വരവിൽ നിറവേറിയെങ്കിൽ അതിന്റെ 8 മടങ്ങ് പ്രവചനങ്ങൾ തിരുവചനത്തിലുണ്ട്. അതും തക്ക സമയത്ത് തന്നെ നിറവേറുക തന്നെ ചെയ്യും. If more than 300 promises of scriptures was fulfilled in the first coming of our Lord, there are 8 times more than the promise of him returning again. എബ്രായർ 10:37 നാം വായിക്കുന്നത്, ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. And Hebrew 10:37, in just a little while he who is coming will come and will not tarry. ആർക്ക് വേണ്ടിയാ കർത്താവ് വരുന്നത്? For whom he comes. 50-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. And in Psalms 50 verse 5, gather to me this consecrated people who made a covenant with me by sacrifice. ആരെ ചേർക്കാനാ വരുന്നത്? ദൈവവുമായി ഉടമ്പടി ചെയ്ത ദൈവമക്കളെ. ആമേൻ. He comes to gather those who entered into a covenant relationship with the Lord. വിവാഹ ബന്ധത്തിൽ എൻഗേജ് ആയിട്ടുള്ള ക്രിസ്തുവുമായിട്ട്, ആത്മമണവാളനുമായ ക്രിസ്തുവുമായിട്ട് എൻഗേജ് ചെയ്ത് ഉടമ്പടി ചെയ്ത ദൈവമക്കൾക്ക് അനുദിന ജീവിതത്തിൽ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു കർത്താവ് മടങ്ങി വരും. Come to gather those who are looking unto him, waiting for him in keeping their life in purity and in holiness. എല്ലാവരെയും കൊണ്ടുപോകാനല്ല യേശു കർത്താവ് മടങ്ങി വരുന്നത്. Jesus doesn't come to gather up everyone. Revelation 21:27 യേശു പറഞ്ഞു, കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. In Revelation 21:27 it says, those who are impure, those who are not walking in the way of the Lord will not enter into the kingdom of God. മത്തായി 7:21 യേശു പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല, സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ അതിൽ കടക്കുന്നത്. And Matthew 7:21 Jesus said, it's not those who say Lord Lord, but those who do my will enter into the kingdom. എബ്രായ ലേഖനം 9:28 തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. In Hebrew 9:28 it says that for those who wait on him without sin, he will come without sin. അപ്പോൾ നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യമായി, എന്താ കർത്താവ് ഇതുവരെ വരാഞ്ഞത്? We often the question asked, how long have been, why hasn't come yet? അതിന് മുമ്പൊരിക്കൽ ഞാൻ മറുപടി പറഞ്ഞതാ, ഞാനല്ല, പത്രോസ്ലീഹ മറുപടി തന്നിട്ടുണ്ട് അതിന്. And there was the Apostle Peter give us a response to that question. 2 പത്രോസ് 3:9 ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. In 2 Peter 3:9 it says that God is just showing his long suffering, that none of us should perish
And that's why he's delaying his coming. ഇനിയും ചിലരൂടെ രക്ഷിക്കപ്പെടുവാനായിട്ടുണ്ട്. There are more to come to the saving grace and knowledge of ഇനിയും Christ. നമ്മുടെ കുടുംബങ്ങളിൽ ചിലരൂടെ രക്ഷിക്കപ്പെടുവാനായിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളിലും നാം പ്രാർത്ഥിക്കുന്ന നമ്മുടെ സഭാ കുടുംബങ്ങൾ തന്നെ അനേകർ രക്ഷയിലേക്ക് ഇനിയും വരുവാനായിട്ടുണ്ട്. അതിനുവേണ്ടി ആ കർത്താവ് താമസിക്കുന്നത്. He's delaying, he's tarrying because there are many even in our own families who hasn't come to the saving knowledge of our Lord and Savior Jesus Christ. അത് മാത്രമല്ല ഇനിയും അനേക സ്ഥലങ്ങളിൽ സുവിശേഷം എത്തുവാനായിട്ടുണ്ട്. മത്തായി സുവിശേഷം 24:14 രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. In Matthew 24:14 we read that when the gospel of the kingdom is preached everywhere, then the end will come. നമുക്കറിയാം ഈ അന്ത്യകാലത്തിൽ വിവിധ മാധ്യമങ്ങളിലൂടെ സുവിശേഷം എല്ലായിടത്തും എത്തിക്കുവാനായിട്ടുള്ള പരിശ്രമത്തിലാണ്. And the people of God are trying so hard to take the gospel to the ends of the earth, to every human being through media, social media and every resource available. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എപ്പം വരുമെന്നുള്ളത്. And then the question, one of the significant question is when he will come. അതാ ഈ വായിച്ച ഭാഗത്ത് 20-ാമത്തെ വാക്യത്തിൽ പരീശന്മാർ യേശു കർത്താവിനോട് ചോദിച്ച ചോദ്യം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. And in this scripture we read Luke 17 verse 20, the Pharisees asked him when the kingdom of God would come. എപ്പോൾ വരും എന്നുള്ളത് പിന്നീട് ശിഷ്യന്മാരും 21-ാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാരും യേശു കർത്താവിനോട് ചോദിക്കുന്നുണ്ട് അങ്ങയുടെ വരവ് എപ്പോഴായിരിക്കുമെന്നുള്ളത്. In Luke chapter 21, in the intimate meetings of disciples with Jesus, they also asked the question that when he would come. യഹൂദന്മാർ മാത്രമല്ല ദൈവമക്കളും ലോകത്തെമ്പാടുമുള്ള സകലരും ഈ കാലഘട്ടത്തിൽ ചോദിക്കുന്ന ചോദ്യമാ എന്നാ കർത്താവ് വരുന്നു എന്നുള്ളത്. And not only the Jewish people or the disciples or believers, but the whole world is eagerly awaiting for the return of the Lord. അതറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. Even I want to know when the time would be. പക്ഷെ അത് വെളിപ്പെടുത്തിയിട്ടില്ല, ആർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടുമില്ല. But God hasn't revealed the time to anyone. അത് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ എളുപ്പമായിരുന്നു നമുക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ. വരുന്നതിൻ്റെ തലേ ദിവസം അല്ലെ 2 ദിവസം 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഒരുങ്ങി പറന്നു പോകുമെന്ന് ഉറപ്പ് വരുത്താമായിരുന്നു. If you all knew, we could have waited for 2-3 days in advance and take a fasting and praying and kind of make ourselves good so that we could go. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, പാസ്റ്ററുടെ മിക്കവാറും മെസ്സേജുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ശുദ്ധീകരിക്കാനും ഈവൻ തിരുവത്താഴത്തിന് മുമ്പിലും പാസ്റ്റർ ജനത്തോട് ഒരുങ്ങാനും പ്രിപ്പയർ ചെയ്യാനും ഒക്കെ പറയുന്നു. എന്തിനാ പാസ്റ്റർ ഈ സൺഡേയിലും സഭായോഗത്തിനും അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു എൻകറേജിങ് മെസ്സേജ് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ച ചിലരെങ്കിലുമുണ്ട്. There are a few who ask why you got to go so hardcore on Sunday. Why don't you give more encouragement and relaxing messages? അതിൻ്റെ മറുപടി ഇത് തന്നെയാ, കർത്താവ് ഇന്ന ദിവസം വരുമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ എന്ന് യേശു കർത്താവ് പറഞ്ഞു. വീഴുവാൻ സാധ്യതയുള്ള പൊടിപടലങ്ങൾ നിറഞ്ഞ പാപം നിറഞ്ഞ പാപപങ്കുലമായ ജീവിതത്തിലാണ് ഞാനും നിങ്ങളും ഓരോ ദിവസവും ആയിരിക്കുന്നത്. ഓരോ ദിവസവും അവൻ്റെ വരവിന് വേണ്ടി ഒരു ഒരുക്കം, ഒരു കഴുകൽ, ഒരു ശുദ്ധീകരണം ആവശ്യമാ. അതുകൊണ്ട് തന്നെയാ ഞാനും നിങ്ങളും ഈ പ്രാർത്ഥനയ്ക്കായിട്ട് പ്രത്യേകിച്ച് വേർതിരിച്ച് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, മാസത്തിൻ്റെ അവസാനം 3 ദിവസം, വർഷത്തിൻ്റെ അവസാനം ചില ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ കാഹളം ഏത് നിമിഷം കേട്ടാലും അവിടുത്തെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ നാം സദാകാലവും ഒരുങ്ങിയിരിക്കണം. And since we don't know the time, we need to be prepared for the coming of the Lord on an everyday basis. That's why as a church we encourage you to participate in prayer meetings and all the gatherings that we organize toward that end. യേശു കർത്താവ് കൃത്യസമയം ഇന്ന ദിവസം ഇത്രാം തീയതി വരുമെന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ചില ക്ലൂ തന്നിട്ടുണ്ട്. മനസ്സിലാക്കുവാൻ ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട്, യേശു കർത്താവിൻ്റെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട്, സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി യേശു കർത്താവ് തന്നെ പറഞ്ഞ അനേക ലക്ഷണങ്ങൾ ദൈവവചനത്തിൽ തന്നിട്ടുണ്ട്. There are so many signs that even though we don't know the exact time, Jesus himself have indicated the time when how that could happen. ഏറ്റവും കൂടുതൽ ലക്ഷണങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലുമായി ബന്ധപ്പെടുത്തിയ
പ്രവചന ഭാഗങ്ങൾ പഠിക്കുന്ന കർത്താവിൻ്റെ മടങ്ങിവരവുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്ന ഏതൊരു വ്യക്തിയും ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത് ഇസ്രായേലിൻ്റെ ചരിത്രമാണ്. And if we understand the history of Israel, it's easy to understand the timing and the context of the coming of the Lord. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ മിഡിൽ ഈസ്റ്റിൽ ഫോക്കസ് ചെയ്യുക. കാരണം അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുമ്പോൾ എത്രയും വേഗം അത് സംഭവിക്കുമെന്ന് സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുക. And things that are taking place in Middle East, the whole world is watching with keen interest, because whatever happens there have a lot to say as to when the Lord will return. പ്രവചന പഠിതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി എന്നായിരിക്കും ഇനി മൂന്നാമത്തെ യെരൂശലേം പണിയപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. And there are questions that scholars raise when the third temple in Jerusalem will be built. ടെമ്പിൾ മൗണ്ടനിൽ ഇന്ന് അലക്സ മോസ്ക് നിലനിൽക്കുന്ന സ്ഥലം പ്രത്യേകമായി മുസ്ലിമിന് മാത്രം പ്രാർത്ഥിക്കാനായിട്ട് വേർതിരിച്ചിരിക്കുന്ന സ്ഥലമായി ഇന്ന്. That mosque in the Temple Mount Al-Aqsa is a place dedicated for Islamic worship, exclusively for Islamic worship. ഇസ്രയേൽസ് നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം ആ കോമ്പൗണ്ടിൽ കയറി പ്രാർത്ഥിച്ചതായിട്ട് വെളിപ്പെടുത്തി. And we heard the story, this Israel, one of the ministers went up to that Temple Mount and prayed there. റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, അവിടെ മറ്റാർക്കും പ്രാർത്ഥിക്കാൻ അവകാശമില്ല, മുസ്ലിം ഒഴിച്ച് മറ്റാർക്കും അവിടെ പ്രാർത്ഥിക്കാൻ അവകാശമില്ല. അത് വലിയ ന്യൂസ് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. And was a big news because no one other than Muslims are allowed to pray there. എന്നായിരിക്കും എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ നമ്മുടെ കണ്ണുമുമ്പിൽ തെളിഞ്ഞു വന്നിരിക്കുക. And we are seeing the possibility of that things happening right in front of our eyes. ഇസ്രായേലിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ്, അടുത്ത ഗവൺമെന്റ് വരുവാൻ പോകുന്നത് ഒരു പക്ഷേ അടുത്ത 4 വർഷത്തിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ക്രമീകരിക്കപ്പെടുവാനുള്ള സാധ്യത കണ്ണിന് മുമ്പിൽ കാണുകയാണ്. We have an administration that is in great favor to the agenda of Israel, and we could see a lot of things being accomplished in these 4 years. ഇസ്രായേലിന്റെ ചരിത്രം, അവരുടെ അബ്രഹാമിന്റെ ചരിത്രം മുതൽ ഇതുവരെ നടന്ന സംഭവങ്ങളൊക്കെ നോക്കിയാൽ ഇസ്രായേൽ എന്ന ഒറ്റ ഒരു വിഷയം മാത്രം മതി ദൈവവചനത്തിന്റെ ആധികാരികതയും പ്രവചനത്തിന്റെ കൃത്യതയും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. And all we need to know is the life and story of Israel from Abraham to the present time. That's all we need to know about the accuracy and the prophecies of the Lord coming. ഇവിടെ പരീശന്മാരെ യേശു കർത്താവ് അല്ലെങ്കിൽ ദൈവരാജ്യം എപ്പോൾ വരും എന്ന് ചോദിച്ചതിന്റെ പിന്നിൽ അവരുടെ മനസ്സിലുള്ള ചിന്തകൾ അക്ഷരീകമായിട്ട് റോമ സാമ്രാജ്യത്തെ തകിടം മറിച്ചുകൊണ്ട് അക്ഷരീകമായ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്ന, മശിഹ സ്ഥാപിക്കുന്ന ചിന്തയാണ് അവരുടെ മനസ്സിലുള്ളത്. When Pharisees is asking the question when the kingdom will come, what they have in mind is a picture of a powerful person coming and toppling down the Roman government and ruling over the people of Israel. അവരുടെ മനസ്സിലുള്ളത് പൊളിറ്റിക്കൽ കിങ്ഡത്തിനെ കുറിച്ചാ, എന്നാൽ യേശു കർത്താവ് സ്പിരിച്വൽ കിങ്ഡത്തെ കുറിച്ചാ പറഞ്ഞത്. They have in mind a literal and a political kingdom, but Jesus is talking about the kingdom, a spiritual kingdom that is to come. യഹൂദന്മാർ പൊതുവെ അടയാളം അന്വേഷിക്കുന്നവരാ, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു എന്നും വചനം പറയുന്നു. Bible says that the Jews are seeking for a sign and Greeks are looking for knowledge. അവർക്കും അക്ഷരീകമായി അവരുടെ കണ്ണുമുമ്പിൽ ചിലത് കാണണം. അതാണ് അവർ യേശുവിനോട് ചോദിച്ചത്. And they want to see something as a sign of what's going to happen. 21-ാം വാക്യത്തിൽ യേശു കർത്താവിന് മറുപടി പറഞ്ഞത്, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഒന്നുമല്ല. യേശു അല്ലെങ്കിൽ കിങ്ഡം, ദൈവരാജ്യം കടന്നു വരുന്നത്, ദൈവരാജ്യം നിങ്ങളുടെ നടുവിൽ തന്നെ ഉണ്ട്. And it's not like you think, but the kingdom of God is within you. നിങ്ങൾ ദൈവരാജ്യം അന്വേഷിച്ച് മറ്റെങ്ങും പോകണ്ട, ദൈവരാജ്യം നിങ്ങളുടെ നടുവിൽ തന്നെ ഉണ്ട്. അതാ യേശു കർത്താവ് അവിടെ പറഞ്ഞത്. What Jesus is saying, you don't have to seek and search for the kingdom to go anywhere around, but the kingdom of God is within you. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, I'm here in your midst, നിങ്ങളുടെ നടുവിൽ തന്നെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ലൂക്കോസ് 11:20 നമ്മൾ ചേർത്ത് പഠിച്ചാൽ അവിടെ
യഹൂദന്മാരിൽ ചിലര് യേശു കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂബിനെ കൊണ്ടാണെന്ന് അക്യൂസ് ചെയ്യുമ്പോൾ യേശു അതിനൊരു മറുപടി പറയുന്നുണ്ട് 11:20. In Luke 11:20, the Pharisees, the leaders of the religious people, accused Jesus of casting out demons by Beelzebul, the chief of demons. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം എന്ന് യേശു കർത്താവോട് And in പറഞ്ഞു. response, Jesus said, "If I cast out demons in the name of God, in the power of God, the kingdom of God has come." യഹൂദന്മാരുടെ രാജാവായ മശിഹ ക്രിസ്തു അവരുടെ നടുവിൽ നിൽക്കുമ്പോൾ അവന്റെ രാജ്യത്വം അംഗീകരിക്കുവാനോ അനുസരിക്കുവാനോ തയ്യാറാകാത്ത യഹൂദ ജനത്തോട് അധികം കാര്യങ്ങൾ യേശു കർത്താവ് സംസാരിക്കാൻ തയ്യാറായില്ല. Jesus was not prepared to respond to the questions these Jewish people had, because they were not believing anything he said. എന്നാൽ 22-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളാണ് 22 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. But starting verse 22, Jesus is turning to the disciples and speaking to them. ഒരു പ്രധാനപ്പെട്ട ചിന്തയാ ദൈവരാജ്യം എന്നുള്ള വിഷയം. Kingdom of God is something that deserves our understanding. യേശു അധികവും പ്രസംഗിച്ചത് ദൈവരാജ്യത്തെ കുറിച്ചാണ്. And Jesus spoke often and more about kingdom of God. പ്രധാനപ്പെട്ട സിനോപ്റ്റിക് ഗോസ്പലുകളിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ 3 സുവിശേഷങ്ങളിൽ 80-ലധികം പ്രാവശ്യം കിങ്ഡം ഓഫ് ഗാഡ് അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഹെവൻ ഈ വാക്കുകൾ ഓർപ്പിച്ചിട്ടുണ്ട്. And in Gospel of Matthew, Mark and Luke, around 80 times the word kingdom of God or kingdom of heaven is used interchangeably. മത്തായി സുവിശേഷകനാ കൂടുതലും കിങ്ഡം ഓഫ് ഹെവൻ സ്വർഗരാജ്യം എന്നാണ് 31-32 പ്രാവശ്യം മത്തായി സുവിശേഷത്തിൽ നമ്മൾ ആ വാക്ക് കാണുന്നുണ്ട്. In Gospel of Matthew, he uses the phrase kingdom of heaven more than 30 times. എന്നാൽ മർക്കോസും ലൂക്കോസും പ്രധാനമായിട്ടും ദൈവരാജ്യം എന്ന കൊടുത്തിരിക്കുന്നത്. But Mark and Luke name it Gospel of Kingdom of God. തത്വത്തിൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. In essence, both are the same. ദൈവം വാഴുന്ന രാജാവായി വാഴുന്ന ഇടം അതാ ദൈവരാജ്യം. The domain where God is the king, that is the kingdom of God. ദൈവത്തിന്റെ ഇഷ്ടം നടക്കുന്ന നിവർത്തിക്കപ്പെടുന്ന ഇടമാണ് ദൈവരാജ്യം. The kingdom of God is the place where will of God is fulfilled. ഈ അധ്യായത്തിലെ 2 പ്രധാനപ്പെട്ട ചിന്തകൾ, ഒന്ന് ദൈവരാജ്യം കിങ്ഡം, മറ്റൊന്ന് സ്ലേവ്സ് അടിമകള്. നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് അധികം മനസ്സിലാകാത്ത വിഷയമാണ്. And there is this different opposing views. One is the kingdom of God, the other is the word slaves. ഞാൻ ഏതാണ്ട് 10-12 വർഷം കിങ്ഡം ഓഫ് സൗദി അറേബ്യയിൽ ജീവിച്ചതുകൊണ്ട് എനിക്ക് ഏതാണ്ട് കിങ്ഡത്തെക്കുറിച്ച് അല്ലെങ്കിൽ രാജാവിനെയും രാജഭരണത്തെയും കുറിച്ചുള്ള ചെറിയ ഒരു അറിവ് എനിക്കുണ്ട്. Since Pastor lived in Saudi Arabia for many years, he is more aware of the rule of a king. രാജാവാണ് അന്തിമ വാക്ക്. രാജാവിൻ്റെ നിയമമാണ് അവിടെ നടപ്പാക്കുന്നത്. രാജാവിന് എതിർവാ പറയാനായിട്ട് കഴിയത്തില്ല. അത് അന്തിമമാണ്. നിയമം നിർമ്മിക്കുന്നതും ഒക്കെ രാജാവാണ്. അതാണ് കിങ്ഡത്തിന്റെ പ്രത്യേകത. The kingdom is where whatever the king says goes, and the law, everything is made by the king and no one can oppose him. അതുപോലെയാണ് ആത്മീയ കിങ്ഡത്തിൽ യേശു കർത്താവ് പറയുന്നത്, യേശുവിനെ രാജാവായി ആര് അംഗീകരിക്കുമോ, അവൻ പറയുന്നത് കൊടുക്കുന്ന നിയമങ്ങൾ പ്രമാണങ്ങൾ അനുസരിക്കുമോ, അവരിലാണ് ദൈവരാജ്യം കടന്നു വരുന്നത്. And those Jesus say the same thing as Jesus, the king of the kingdom, that he is establishing anyone and everyone who obey what he says and follow what he says they have the kingdom of God. ദൈവരാജ്യത്തിൽ കടക്കുവാനുള്ള, ദൈവരാജ്യത്തിന്റെ പ്രജകളാകുവാൻ, സിറ്റിസൺ ആകുവാൻ വെച്ചിരിക്കുന്ന ഒരൊറ്റ മാർഗം മാനസാന്തരപ്പെടുക, born again എന്നുള്ളത് മാത്രമാണ്. And only condition that Jesus is putting forward to enter into the kingdom
we should repent. We should be born again. നമുക്കറിയാം നിക്കോദിമോസിനോട് യേശു കർത്താവ് പറയുമ്പോൾ നീ പുതുതായി ജനിക്കണം, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. And Jesus responding to Nicodemus, he said, you shall be born again so that you will enter into the kingdom of God. സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവകൽപ്പന അനുസരിച്ച് ഒരു ദൈവ പൈതൽ ഇപ്പോൾ ദൈവരാജ്യത്തിലാണ്. A person who believed in the saving grace of Jesus Christ and obeyed him in water baptism, they are already in the kingdom of God. എന്തായിരിക്കണം അവരുടെ ഗോൾ ഈ ഭൂമിയിൽ? What should be their goal as they live in the kingdom of God? രാജാവിനെ പ്രസാദിപ്പിക്കുക, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും നൽകിത്തരാം. Our goal in life is to please the king. Seek ye first the kingdom of God, and all that shall be added unto you. ഞാനും നിങ്ങളും ദൈവിക രാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ, ദൈവം യേശു കർത്താവ് രാജാവായി വാഴുന്ന രാജ്യത്തിലാണ് ഇന്നായിരിക്കുന്നതെങ്കിൽ പലപ്പോഴും നമ്മൾ ഭാരപ്പെടുന്നത് പോലെ എന്തുടുക്കും, എന്ത് തിന്നും, എന്ത് കുടിക്കുമെന്നുള്ള ആ ചിന്താഭാരങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അതൊക്കെയും നമ്മുടെ രാജാവ് അറിയുന്നു. അതാത് സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന് നമ്മെ നടത്തുവാൻ, അവൻ്റെ രാജ്യത്തിൽ സകലവും ധാരാളമായി അനുഭവിക്കുവാൻ നാം വരം ലഭിച്ച ദൈവമക്കളാണ്. And if we are living in the kingdom of God as his subjects, he knows all our needs and he will meet every one of them, and we are, as long as we are living under his reign and rule. റോമർ 14:17 ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും അത്രേ. ദൈവരാജ്യത്തിൽ ഒരു ദൈവ പൈതൽ സന്തോഷം അനുഭവിക്കണമെന്ന് ദൈവം And ആഗ്രഹിക്കുന്നു. in Romans 14 we read that kingdom of God is not food or drinks, it's joy in the Holy Spirit. പലപ്പോഴും നമുക്ക് സന്തോഷം അനുഭവിക്കുവാൻ കഴിയാത്തതിൻ്റെ പിന്നിൽ പല ഏരിയകളും ദൈവിക രാജ്യത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാതെ, അവൻ്റെ ഭരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടല്ലേ എന്ന് ഞാൻ പലപ്പോഴും സംശയിക്കാറുണ്ട്. I wonder often why we struggle in our lives, needs and issues, because we are not totally yielding to the rule and reign of our Lord, our Master, our King, Lord Jesus Christ. ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു ദൈവ പൈതൽ സന്തോഷവും സമാധാനവും അനുഭവിക്കണം, പരിശുദ്ധാത്മാവിലെ സന്തോഷം ബലമായി ഏറ്റെടുക്കണമെന്ന് ദൈവം God ആഗ്രഹിക്കുന്നു. desired that every subject of his kingdom shall have the joy in the Holy Spirit. 118 സങ്കീർത്തനത്തിൽ this is the day that the Lord has made. Let's rejoice and be glad. ആ സന്തോഷവും സമാധാനവും ഓരോ ദിവസവും നാം അനുഭവിക്കണമെന്ന് ദൈവം God ആഗ്രഹിക്കുന്നു. desires that we should enjoy the peace and joyfulness of the kingdom of God. ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി സന്ദർഭവശാൽ ഞാൻ ഒരു വാക്കുകൂടെ ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ ചൊവ്വാഴ്ചയിൽ ട്യൂസ്ഡേയിൽ നടന്ന പ്രെയർ ലൈനിൽ ജോയിൻ ചെയ്തവരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞു. I shared something on our Tuesday online prayer. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നാം നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളും ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ ഭരണത്തിന് കീഴെ ഏൽപ്പിച്ചു കൊടുക്കണം. Let Jesus be in charge of each and everything that we do every day, that day. Hallelujah. നോക്ക്, ഞാൻ അവിടെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് പോകുന്നില്ല. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ക്രിസ്തുവിൻ്റെ ഭരണത്തിന് കീഴിൽ ഏൽപ്പിച്ചു കൊടുക്കും. We are selective in giving control of our lives to Christ. മറ്റു പല കാര്യങ്ങളൊക്കെ നമ്മൾ റെഗുലർ ചെയ്യുന്ന കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ എക്സ്പീരിയൻസ്ഡാ, നമുക്കറിയാം അത് ചെയ്യാൻ. അതുകൊണ്ട് ആ കാര്യമൊക്കെ നമ്മൾ അങ്ങ് ഏറ്റെടുക്കും, നമ്മൾ അതിൻ്റെ രാജാവാകും. യേശുവിനെ വലിയ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്ന പതിവാണ് നമുക്കുള്ളത്. And we give all the big things to the Lord, and little things we take care of ourselves. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എന്നും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും എന്നും ശരിയാകണമെന്നില്ല. No matter, even if you do it every day, it doesn't mean that you got to get it right. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ സകല വിഷയങ്ങളും നമ്മുടെ രാജാവിനെ ഭരമേൽപ്പിക്കണം. Let him be in charge. എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം കർത്താവിനെ ഏൽപ്പിക്കണം. And we need to bring into the lordship of our Lord, whether small or big, and bring it before him and let him take care and let him handle it. എല്ലാം പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ചാലും എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ നടക്കണമെന്നൊന്നുമില്ല. Even when we pray and surrender everything into the hands of God, doesn't mean everything has to go the way we plan it.
കാരണം അതായിരിക്കത്തില്ല ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും. ദൈവത്തിന് നമ്മെക്കുറിച്ച് പല പദ്ധതികളും പ്ലാനും കാണും. പെർഫെക്റ്റ് ആയിട്ടുള്ളത് മറ്റു പലതുമായിരിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും ഭാരപ്പെടും ആ വിഷയത്തിൽ. And when things are not going our way, we get grieved because that's not the way we wanted it. But God may have a greater plan and purpose in what He is trying to accomplish. നമ്മുടെ പ്രയാസത്തിന്റെ ഒക്കെ കാരണം ഞാൻ ആഗ്രഹിച്ചതുപോലെ നടന്നില്ലല്ലോ എന്നുള്ളതായിരിക്കും. We are disappointed that things didn't go our way. എന്നാൽ നീ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ആ വിഷയം ഏൽപ്പിച്ചതാണെങ്കിൽ, ക്രിസ്തുവാണ് അതിന്റെ രാജാവെങ്കിൽ, സ്റ്റിയറിംഗ് എങ്കിൽ, കൺട്രോൾ എങ്കിൽ, എനിക്ക് നിങ്ങൾക്കും അതിനെക്കുറിച്ച് ഭാരപ്പെടുവാനായിട്ടില്ല. കാരണം ഏറ്റവും നന്നായത് ചെയ്യുന്ന ദൈവം ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുക. അതിനെക്കുറിച്ച് പിന്നെ നിനക്ക് വറി ചെയ്യുവാനായിട്ട് ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ മുഴു ദിവസവും സന്തോഷത്തോടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. And once you trusted the Lord to fulfill our desires and prayers, we don't need to worry about what will come. Whatever it is, we trust in the hand of God and He will accomplish it. അതുകൊണ്ടാ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞത് 4-ാം അധ്യായത്തിലെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സകലതും പ്രാർത്ഥനയാൽ അപേക്ഷയാൽ നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കത്രേ ചെയ്യേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴും. And in Philippians chapter 4, Apostle Paul is reminding that you should not be grieved with many things about your burdens of life, but surrender everything, bring everything with prayer and supplication before the Lord, and He will meet all our needs according to the riches in glory. ദൈവരാജ്യത്തിൽ സമാധാനം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാ ഞാനും നിങ്ങളും. You and I are സമാധാനത്തെ called to കെടുത്തുന്ന experience, enjoy the peace of God. സമാധാനത്തെ കെടുത്തുന്ന വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഓരോ ദിവസവും രാവിലെ വചനത്തിന് മുമ്പാകെ ഇരുന്ന് വചന ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആ വചനം നമ്മെ അന്ന് പകൽ മുഴുവൻ ഗൈഡ് ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹായത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. ജോലി ചെയ്യുന്നവർ, സ്കൂളിൽ പഠിക്കുന്നവർ, അസൈൻമെന്റുകൾ ചെയ്യുന്ന വിവിധ വിഷയങ്ങൾ ഓരോന്നും രാവിലെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ദൈവത്തോട് പറയണം, കർത്താവേ അവിടുത്തെ കരങ്ങളിൽ ഞാൻ ഈ വിഷയം തരികയാ, അവിടുന്ന് ഇത് ചെയ്യണമെന്ന് പറയുമ്പോൾ ദൈവം അത് നന്നായി ചെയ്തു തരുന്ന ദൈവമാണ്. And when we bring every need before the Lord every day early in the morning and just leave it at the feet of the Lord and seek Him to take care of it, He will accomplish everything. ചൊവ്വാഴ്ച എൻ്റെ പ്രയറിൽ ഞാൻ ആ കാര്യങ്ങൾ കൂടുതലും അന്ന് ചെയ്യേണ്ട മിക്കവാറും കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ ഞാൻ അന്ന് പറഞ്ഞു. ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടതെന്ന് എല്ലാം ഒന്നും ഇന്ന് രാവിലെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അന്ന് ചെയ്യേണ്ടതും മുഴുവൻ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ 2 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥന നിർത്തും. കാരണം വിഷയമൊന്നുമില്ലല്ലോ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി. അതുകൊണ്ട് 2 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. എന്നാൽ അതല്ല, ഡീറ്റെയിൽ ആയിട്ട് ഈച്ച് ആൻഡ് എവരിത്തിങ് പറഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നോക്ക്. ഈ 2025 സമാധാനത്തോടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയും. അതിന് കഴിയട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. Rather than just spending 2 minutes to have a hurry up prayer, sit before the Lord and His word and enumerate all your needs and your issues before the Lord and entrust Him with all that so that He will fulfill everything to perfection. കഴിഞ്ഞ ദിവസം ജൂഡ് എന്നെ വിളിച്ചതായിരുന്നു. ജോലിയുടെ കാര്യത്തെക്കുറിച്ച്, കിട്ടിയ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇത് തന്നെ ആ സന്തോഷത്തോടെ ജോലി ചെയ്യുവാനുള്ള മാർഗമെന്ന് പറയുന്നത് രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ, അന്ന് ചെയ്യേണ്ട മീറ്റിങ്ങുകൾ, അന്ന് ഇടപെടുന്ന വ്യക്തികൾ, അന്ന് ചെയ്യേണ്ട മീറ്റിങ്ങുകൾ, പ്രൊജക്റ്റുകൾ, ഫോൺ കോൾസ്, ഇമെയിൽസ്, പർച്ചേസസ്, അങ്ങനെ എല്ലാം ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. And if you know your calendar for the day, the tasks that need to be accomplished, you need to list them in your prayer one by one to the Lord and leave it to Him to give you grace and strength to accomplish every one of those things. മറ്റൊരു കാര്യം കൂടെ പ്രാർത്ഥിക്കണം. നമ്മുടെ പർച്ചേസസും നമ്മൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. And whatever we try to buy and spend a lot of money, we need to trust that also in the hand of the Lord. ഇന്ന് ഏറ്റവും കൂടുതൽ പർച്ചേസസ് നടക്കുന്ന കാലഘട്ടമാണ്. ഓൺലൈൻ പർച്ചേസസ് വീട്ടിൽ കൊണ്ട് തരികയും ചെയ്യും. അതുകൊണ്ട് എൻഡ് ഓഫ് ദ മന്തിൽ ബില്ല് വരുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. അതും പ്രാർത്ഥിച്ച് നമ്മൾ ഓർഡർ ചെയ്യാവൂ. ഇത് റിയലി നമുക്ക് വേണ്ടിയതാണോ എന്ന് ചോദിച്ച് ദൈവത്തോട് ചോദിച്ചിട്ടേ ആ വിഷയത്തിലും തീരുമാനമെടുക്കാവൂ. And people need to be selective in how we spend our money in buying things,
because there are so many avenues where you can spend money and things will be delivered, but the end of the month you will hit with the bill. And then only you realize what we have done. അതൊക്കെയാണ് നമ്മുടെ സമാധാനം കെടുത്തുന്ന വിഷയങ്ങൾ. തീർത്തും നമ്മൾ പ്രാർത്ഥിച്ച് ഓരോ വിഷയങ്ങളിൽ തീരുമാനമെടുത്താൽ, ദൈവത്തിൽ സമർപ്പിച്ചാൽ ദൈവാത്മാവ് നടത്തും. ഒരു വാക്കൂടെ ഞാൻ പറഞ്ഞ ആ ഭാഗം വിടുകയാ. 19-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അതോടെ നമ്മൾ പ്രാർത്ഥിക്കണം. And there is in Psalm 19:14 there is a prayer the psalmist prays. എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയ്ക്ക് പ്രസാദമായിരിക്കണമേ എന്നുകൂടെ ഓരോ ദിവസവും നാം പ്രാർത്ഥിക്കണം. Every day we should pray, the meditation of my heart and words of my mouth be pleasing unto you, O God. നമ്മുടെ വാക്കുകളാ നമ്മുടെ സമാധാനം കെടുത്തുന്നത്. Oftentimes our words can lose our peace. നമ്മുടെ വാക്കുകൾ പലപ്പോഴും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുകയും അവരുടെ സമാധാനം കെടുത്തുകയും നമ്മുടെ സമാധാനം കൂടെ കെടുത്തുന്നത് നമ്മുടെ വാക്കുകളാണ്. Our words often wound others and wound their feelings, but also cause to lose our peace. നമ്മുടെ ബന്ധങ്ങളും തകർക്കുന്നത് നമ്മുടെ വാക്കുകളാണ്. വളരെ കൃപയോട് കൂടിയത്, ഉപ്പിനാൽ രുചി വരുത്തിയത്, അത്യാവശ്യമുള്ള വാക്കുകൾ മാത്രം സംസാരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അതും പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിച്ച് ഞാനത് പറയണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനമെടുക്കുവാൻ നമുക്ക് 2025 കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. I desire that in 2025 we will reflect on the words we try to say to others so that we will know if it is pleasing to God. സന്ദർഭവശാൽ ഞാൻ ആ ഭാഗം പറഞ്ഞതാ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവരാജ്യത്തിൽ നാം സമാധാനം ആഗ്രഹിക്കുന്നു, സമാധാനം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള മാർഗം ദൈവാത്മാവ് കഴിഞ്ഞ ദിവസം തന്നത് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചതാണ്. And God wants us to enjoy the peace of the kingdom of God, and this is one of the things. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവ് വായിച്ച ഭാഗത്ത് നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിനുള്ള ബന്ധത്തിൽ നമുക്കറിയാം അതിന് 2 ആമുഖങ്ങൾ, 2 സ്റ്റേജുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. There are 2 stages of the return of the Lord. ഒന്ന് റാപ്ചർ ഓഫ് ദി ചർച്ച് അഥവാ മേഘ പ്രത്യക്ഷതയാ. And one is the appearance of the Lord in the clouds to gather his church. രണ്ടാമത്തേത് ഗ്ലോറിയസ് അപ്പിയറൻസ് അല്ലെങ്കിൽ മഹത്വ പ്രത്യക്ഷതയാന്നാ പറഞ്ഞിരിക്കുന്നത്. And second is the glorious appearance of the Lord coming. ആദ്യത്തെ വരവെന്ന് പറയുന്നത് സഭയ്ക്ക് വേണ്ടി വരുന്നതാ. And first coming is for the church. രണ്ടാമത്തെ വരവ് സഭയുമായിട്ട് വരുന്നതാണ്. And second coming is the Lord is coming, returning with his church. ആദ്യത്തേത് മധ്യാകാശത്തിൽ രഹസ്യമായി വരുന്നതാണെങ്കിൽ രണ്ടാമത്തേത് സകലരും കാണുക മേഘാരൂഢനായി വരുന്നതാ. And if the first coming is a secret coming in the midair to gather the church, the second one will be known by everybody. Revelation 1:7 ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും, എല്ലാവരും കാണത്തക്കവണ്ണം വരുന്ന വരവിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ ഇവിടെ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. And here Jesus is speaking about his return, that the whole world will see, as indicated in Revelation 1, that even those who pierced him will see, behold him with their eyes. അവിടെ 24-ാം വാക്യത്തിൽ മിന്നൽ ആകാശത്ത് നിന്ന് തിളങ്ങുന്നത് പോലെ ഒരു ഭാഗത്ത് നിന്ന്, ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ അറ്റം വരെ ഒരുപോലെ എല്ലാവരും കാണത്തക്ക നിലയിലുള്ള ഒരു ലൈറ്റ്നിങ് ഫ്ലാഷ് ആയിരിക്കും നടക്കാൻ പോകുന്നതാണ്. And as a lightning flashes across the sky, the second coming of the Lord will be like that. അതുകൊണ്ട് കർത്താവ് വന്നു എന്ന് ഇന്ത്യയിൽ കർത്താവ് വന്നു അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ കർത്താവ് വന്നെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനൊന്നും വിശ്വസിക്കേണ്ട. അത് എല്ലാവരും കാണത്തക്ക, എല്ലാവരും അറിയത്തക്കവണ്ണം the whole world will be affected when Jesus comes. അതാണ് കർത്താവിയുടെ ഈ വാക്യങ്ങളിൽ ഓർപ്പിച്ചിരിക്കുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത 26 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കിയാൽ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആയിരിക്കും യേശു കർത്താവിന്റെ മടങ്ങി വരവ്. Jesus will return at a time when no one is expecting him to come. ദൈവിക ന്യായവിധിയോടുള്ള ബന്ധത്തിൽ നോഹയുടെയും ലോത്തിന്റെയും കാലത്ത് പെട്ടെന്ന് നടന്ന സംഭവങ്ങളെ യേശു കർത്താവിടെ ഓർപ്പിക്കുക. അതുപോലെ ആയിരിക്കും യേശു കർത്താവിന്റെ മടങ്ങി വരവ്. And as in the time of Lot, so will be the coming of the Lord. നമുക്കറിയാം ലോത്തിന്റെയും നോഹയുടെയും കാലത്തൊക്കെ സംഭവിച്ച കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും ഒക്കെ നോഹയുടെ കാലത്ത് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. And in various parts of the gospel we read about the time of Noah.
ലോകത്തിൻ്റെ കാര്യത്തെക്കുറിച്ചും ഉൽപ്പത്തി 19 അധ്യായത്തിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് We കാണുന്നുണ്ട്. can read the life of Lot and what happened to him in Genesis chapter 19. ഇന്ന് പകൽ ഞാൻ വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ ഭാഗത്ത് ആ സമയത്ത് സംഭവിച്ചത്, ആ കാലഘട്ടത്തിൽ അന്നത്തെ കൾച്ചർ എന്താണോ അത് തന്നെയാണ് നമ്മുടെ മുമ്പിൽ, കണ്ണിന് മുമ്പിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നമ്മെ ഓർപ്പിക്കുന്ന കാര്യം യേശു കർത്താവ് വാതിക്കലായിരിക്കുന്നു എന്നുള്ളതാണ്. And just as much the culture was messed up in the day of Lord, same thing is happening here and right now, and we are reminded that's a time the Lord will return. ദൈവവചനത്തിനോ ദൈവത്തിനോ ചെവി കൊടുക്കാതെ താങ്കൾക്ക് ബോധിച്ചതുപോലെ ജീവിച്ച ഒരു കാലഘട്ടം, തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോകുന്ന ഒരു കാലഘട്ടം. And time of Lot and time of Noah was a time when where people were reckless, thinking, eating and drinking and doing all the things, desires of the passions of the flesh and lust. They were fulfilling. That was the kind of time. എന്നാൽ പെട്ടെന്ന് ന്യായവിധി വന്നപ്പോൾ, ജലപ്രളയം വന്ന് എല്ലാവരെയും മൂടിക്കളയുവോളം അവരറിഞ്ഞതുമില്ല. And they did not know until the flood came and covered over them. ഇന്നും അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. And same thing is happening even today. നിങ്ങൾ ശ്രദ്ധിച്ചോ, രാവിലെ ഇങ്ങോട്ട് ചർച്ചിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ എത്രയോ പേരെ കണ്ടു കാണും. ചിലരൊക്കെ ജോഗിങ്ങും എക്സസൈസും ഒക്കെ ചെയ്യുന്നു, ചിലർ ലോൺ മൂവ് ചെയ്യുന്നു, ചിലർ ഷോപ്പിംഗ് നടത്തുന്നു. ഇവർക്കാർക്കും ഞായറാഴ്ച ജീവൻ തന്ന ദൈവത്തെ വിളിക്കാനുള്ള മനസ്സാർക്കുമില്ല. On our way to church, we saw many people mowing their lawn, going to shopping, out there in the park, doing recreational things. വളരെ മൈനോറിറ്റിയാ ആരാധനയ്ക്ക് ഞായറാഴ്ച വേർതിരിച്ച് ദൈവസ്ഥലം നന്ദി പറയുവാൻ, ദൈവത്തെ അറിയുവാനായിട്ട് കടന്നു പോകുന്ന വലിയൊരു മൈനോറിറ്റിയാണ് ഈ രാജ്യത്തുള്ളത്. Even in this country, there is only a minority of people who devote their Sundays, the day of the Lord, to go and worship Him. അവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ആസ് യൂഷ്വൽ. അവരറിയുന്നില്ല നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ പെട്ടെന്ന് നാശം വന്ന് ഭവിക്കുമെന്നുള്ളത് അവരാരും അറിയാതെ പോകുകയാണ്. And they did not recognize that the destruction will come and they will perish. ദൈവ കൃപയുടെ വാതിൽ അടയുന്നതിന് മുമ്പ് ചിലരുടെങ്കിലും യേശു കർത്താവിൻ്റെ രാജ്യത്തിൽ, ദൈവരാജ്യത്തിന് ഓഹരിക്കാരായി തീരുവാൻ ഈ 2025 ഈ പട്ടണത്തിൽ നിന്ന് ചിലരെ ദൈവാത്മാവ് ഒരുക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി ആവോളം സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് കഴിയട്ടെ. May God enable us to be witnesses of the gospel so that God would prepare many more people to enter into the kingdom of God. മലാക്കി 4:1 ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും. എന്നാൽ 2-ാം വാക്യം, എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴെ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. ഒരു വേർതിരിവ് എത്രയും വേഗം സംഭവിക്കും. And the prophet Malachi said that it will be a day that come like a fiery furnace, and the world will be consumed, but for us the Son of Righteousness will rise and come. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം വെളിപ്പെടുവാനായിട്ട് പോകുകയാണ്. And we are going to see the difference between those who serve and do not serve the Lord. ദൈവരാജ്യത്തിന്റെ പ്രജകളായിരിക്കുന്നവരെ ചേർക്കുവാൻ യേശു കർത്താവ് എത്രയും വേഗം വരും. Our Lord Jesus is coming to gather His own. മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുമ്പോൾ, കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, സകല വിശുദ്ധന്മാരെ രൂപാന്തരപ്പെട്ട് യേശു കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ ഞാനും നിങ്ങൾ കൈവിടപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. സകലത്തിലും ക്രിസ്തുവിനെ മുമ്പിൽ നിർത്തി ദൈവരാജ്യത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നുള്ള ചിന്തയോട് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയട്ടെ. Hallelujah. ഈ ഭാഗത്തെക്കുറിച്ച് വരുന്ന ദിവസങ്ങൾ പിന്നീട് നമുക്ക് ചിന്തിക്കാം. കർത്താവിൻ്റെ മടങ്ങി വരുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ദൈവം അനുവദിച്ചാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ചില വിഷയങ്ങളും ആയിട്ട് ചേർത്ത് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാവിലെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പാട്ടുപാടി സ്തോത്ര വഴിപാട് അർപ്പിച്ചതിന് ശേഷമായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. അതിനുശേഷമായിട്ട് 2 അനൗൺസ്മെൻ്റ് ഉണ്ട്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പാസ്റ്റർ പ്ലീസ്.